ഹലോ, ഞാൻ കവി അനകസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിടുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഫുള്ളായിട്ട് വീഡിയോ കാണുമ്പോഴൊക്കെയാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ റോസാണ് കേട്ടോ. ഇന്ന് ഫുള്ളും റോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബട്ടൺ റോസാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് റോസ് കളറാണ്. നല്ല ഭംഗിയാണ്. കൊലകൊലയായി പൂക്കളുണ്ടാവും കേട്ടോ. ഇത് പിന്നെ ഒരു വൈറ്റ് റോസാണ്. ഇതിലും നല്ലോണം ബുഷിയായിട്ട് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ. ഇത് പിന്നെ സാധാരണ നമ്മുടെ ബന്ദിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ജെറബറയുടെ മഞ്ഞ കളറാണ് കേട്ടോ. ഇത് 120 രൂപയാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ. അത്രയും വില ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ബട്ടൺസ് റോസ് തന്നെ കേട്ടോ. പക്ഷേ ഇത് ചുമപ്പാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് റോസായിട്ട് തന്നെ തോന്നും, പക്ഷെ ചുമപ്പാണ് ആൾ. ഇപ്പം എൻ്റെ കയ്യിലുള്ള 2 ബട്ടൺസ് റോസ്, ഒന്ന് റോസും പിന്നെ ഒന്ന് ചുമപ്പ് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം ഞാനിതിങ്ങൾക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ ഇടക്കിടക്ക്. പിന്നെ നമ്മുടെ കടലപ്പിണ്ണാക്ക് അതൊക്കെ കൊടുക്കട്ടെ. NPK 19 അപ്പോൾ എനിക്ക് എന്നും പൂക്കളുണ്ടാവട്ടെ. ഇനി ഇത് ചെറുപറയുടെ ഒരു ചുമപ്പ് കളറാണ്. എൻ്റെ ക്യാമറയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ പൂക്കളും ഒരേ കളർ തോന്നുന്നു കേട്ടോ. ഇതുണ്ടല്ലോ വൈറ്റാണെന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാട്ടോ നമ്മുടെ റെയിൻ ലില്ലി. അപ്പോൾ 2 പൂവുണ്ടായിട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ രാവിലെ 2 ദിവസമായിട്ട് മുട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി വന്ന് നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ കോഴി കൊത്തി ആ പൂവ് ഒടിച്ചിട്ട്. പക്ഷെ പൂവ് ശരിക്കും വൈറ്റ് അല്ല കേട്ടോ. അത് അതിൻ്റെ നടുക്കായിട്ട് ഇളം റോസ് കളറ് പർപ്പിൾ കളറൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. 50 രൂപ വാങ്ങിച്ചാണ്, പക്ഷെ കുഴപ്പമില്ല. അതിനകത്ത് ഒരുപാട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് മഞ്ഞ റോസാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ അതൊരു വൈറ്റായിട്ട് മാറും ആ പൂവ്. എന്നാലും ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളുടെ കെയറിങ് പോലെ ഇരിക്കും കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പനീർ റോസ് ആണ്. ഇത് നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതും പനീർ റോസാണ് കേട്ടോ. ഇത് സ്റ്റെമ്മ് കുത്തി പഠിപ്പിച്ചതാണ് കേട്ടോ. ഇത് അത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ നമ്മൾ ബഡ് റോസല്ല, കമ്പ് കുത്തി പിടിപ്പിച്ച റോസാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ത് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എല്ലാം റോസ് തന്നെ. ഇത് നല്ല കട്ട ചുവപ്പാണത്. ഞാനപ്പോൾ ടൈഗർ റോസ് എന്നൊക്കെ പറയുന്ന റോസുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു മജന്ത അല്ലല്ലോ, എന്താ പറയണ, ചെങ്കല്ലിൻ്റെ കളറാണ്. പക്ഷേ എൻ്റെ ക്യാമറയുടെ ഇത് വെച്ചിട്ട് എല്ലാ കളറും ഒരേപോലെ ഇരിപ്പുണ്ട്. റോസുകൾക്കൊക്കെ പല പല പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ കാണും വാങ്ങും, എനിക്ക് അത്രേ ഉള്ളൂ. അതിൻ്റെ പേരുകളൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്താ പറയുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും എൻ്റെ ജീവിതം തന്നെ